എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോൾ രാവിലെ മുതൽ ഒരു ഈവനിങ് വരെ ഉള്ള ഒരു ഉച്ച വരെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. ചെറിയ വീഡിയോ ആണ്, ആരെയും ബോറടിപ്പിക്കാനോ ഒന്നും നിൽക്കണില്ല. അപ്പോൾ കുട്ടീനെ മദ്രസയെ പറഞ്ഞയച്ചു, ചായയും കടിയൊക്കെ ഉണ്ടാക്കി, പുട്ടും പഴം പുഴുങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത കലാപരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ എല്ലായിടമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. അപ്പോൾ നോക്കുമ്പോഴാണ് ഷോക്കേസൊക്കെ മുഴുവൻ കുറേ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഷോക്കേസൊക്കെ നോക്കുമ്പോൾ എന്തൊരു ഈമാനാണ് കാണാൻ. എൻ്റെ മക്കൾ ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാൽ ചുമരുമ്മലൊക്കെ ക്രയോണ് വെച്ച് കുത്തി വരിട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇൻഷാ അള്ളാ നനച്ചുള്ളിയൊക്കെ ആവാനായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ തുടച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ചീര തോരൻ വെക്കാൻ. ഉമ്മ ചോറും കറിയും മീൻ പൊരിക്കൊക്കെ ചെയ്തിക്കണു. അപ്പോൾ എന്നാൽ ഞാൻ വെക്കാൻ വിചാരിച്ചിട്ട് ചീര ഉണ്ടായിരുന്നു വെച്ചിട്ട്, അപ്പോൾ അതൊന്നെടുത്ത് ഉപ്പേരി വെക്കണം. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിക്കണു. ഇനി ഇതുകൊണ്ട് വെക്കുക, തിരുമ്പി കുളിക്കുക എന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചീരപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ തേങ്ങ ചിരവിടണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ആ കാര്യം മറന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട് തിന്നാൻ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുട്ടി വന്ന് വിളിച്ചത്. ഓനിക്ക് മറ്റേ ലോക്ക് പൊട്ടിച്ച് മക്കഡോമിയ ഉണ്ടല്ലോ, അത് തിന്നണം പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് ഞാൻ പോയി തിരുമ്പി കുളിച്ചു. തിരുമ്പിയത് അവിടെ വെച്ചിട്ട് കുളിച്ചു. എന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ തോരടാൻ വിചാരിച്ചു. അതൊക്കെ അയലുമ്പോൾ തോരട്ടു. ഇനി വേണം ചോറ് കഴിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.